ഇസ്രയേലിനെതിരെ അറബ് ഇസ്ലാമിക് ഐക്യമുന്നണി നീക്കമുണ്ടാകുമോ എന്ന് ഇന്നറിയാം. ദോഹയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന അറബ് ഇസ്ലാമിക് ഉച്ചകോടി ഇന്ന് ഖത്തറിൽ നടക്കും. ഇന്നലെ നടന്ന വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ കടുത്ത പ്രതികരണവുമായാണ് അറബ് നേതാക്കൾ രംഗത്തെത്തിയത്. ഇസ്രയേലിന് ശക്തമായ മറുപടി നൽകുമെന്ന് ഖത്തർ പ്രധാനമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇസ്രായേൽ ഖത്തറിനുമേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് ഉച്ചകോടിയിൽ അവതരിപ്പിക്കുന്ന പ്രമേയത്തിന്റെ ഉള്ളടക്കത്തിലേക്കാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഒരു സംഘടിതമായ നീക്കം തള്ളാനാകില്ലെന്നാണ് അറബ് നേതാക്കൾ ഇന്നലെ നടത്തിയ പ്രതികരണം സൂചിപ്പിക്കുന്നത്. ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങളിൽ അന്താരാഷ്ട്ര സമൂഹം ഇരട്ടത്താപ്പ് അവസാനിപ്പിക്കണമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനി പറഞ്ഞിരുന്നു. ഗസയ്ക്കുമേലുള്ള ആക്രമണം അവസാനിപ്പിക്കുന്നതിനായി മുന്നോട്ട് വയ്ക്കുന്ന എല്ലാ നിർദ്ദേശങ്ങളും കണ്ടില്ലെന്നു നടിക്കുന്നതിലൂടെ യുദ്ധം മറ്റു രാജ്യങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനാണ് ഇസ്രായേൽ ശ്രമിക്കുന്നതെന്നും ഖത്തർ പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. അന്താരാഷ്ട്ര സമൂഹം തുടരുന്ന നിശബ്ദതയും നിഷ്ക്രിയത്വവുമാണ് കുറ്റകൃത്യങ്ങൾ തുടരാൻ ഇസ്രായേലിന് ധൈര്യം നൽകുന്നതെന്നാണ് അറബ് ലീഗ് സെക്രട്ടറി ജനറൽ അഹമ്മദ് അബുൽ ഗെയ്റ്റിന്റെ പ്രതികരണം. ഇതിനിടെ ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ഇന്നലെ രാത്രി ദോഹയിലെത്തി. നയതന്ത്ര സമ്മർദ്ദമാണോ സൈനിക നടപടിയാണോ അറബ് രാജ്യങ്ങളുടെ അടുത്ത നീക്കം എന്നാണ് അറിയേണ്ടത്. ഇന്റർനാഷണൽ ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.